പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് BV380 കോഴികൾ എന്നുള്ളതാണ്. പ്രതിവർഷം 280 മുതൽ 300 മുട്ടകൾ വരെയാണ് ഈ കോഴികൾ ഇടുന്നത്. സ്വകാര്യ സ്ഥാപനമായ വെങ്കടേശ്വര ഹാച്ചറിയിലാണ് ഈ കോഴികളെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇവയുടെ മുട്ടയ്ക്ക് തവിട്ട് നിറമായതിനാൽ തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. കാഴ്ചയിൽ നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയുടെ സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ വിപണിയിൽ നല്ല രീതിയിൽ ഈ കോഴികളുടെ മുട്ടകൾ വിറ്റുപോകുന്നുണ്ട്. BV380 കോഴികളെ ഹൈടെക് കൂടുകളിൽ വളർത്തുകയും നമ്മുടെ കമ്പനി തീറ്റകളും ടോണിക്, നിപ്പിൾ ഡ്രിങ്ക് സംവിധാനം ഇവയെല്ലാം ചെയ്തു കൊടുത്താൽ മാത്രമേ നിശ്ചിത തോതിലുള്ള പറയുന്ന മുട്ടകൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. വീടുകളിൽ തുറന്നു വിട്ട് വളർത്തുകയും വീട്ടിലെ അടുക്കളയിൽ വരുന്ന വേസ്റ്റും കൊടുത്ത് നമ്മൾ നിശ്ചിത തോതിലുള്ള തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തിയാൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന മുട്ടകൾ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഒരു ദിവസം ഒരു കോഴിക്ക് 100 ഗ്രാം മുതൽ 120 ഗ്രാം വരെ തീറ്റ ആവശ്യമാണ്. ഒപ്പം അസോള പായൽ അല്ലെങ്കിൽ പച്ചപ്പുല്ല് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ജീവകം A അടങ്ങിയതിനാൽ നമുക്ക് പച്ചപ്പുല്ലുകളും ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിരുന്നാലും തീറ്റയുടെ കാര്യത്തിൽ 100 ഗ്രാം മുതൽ 120 ഗ്രാം വരെ തീറ്റ നമ്മൾ കൊടുത്തിരിക്കണം. BV380 കോഴികൾ വളർത്തുമ്പോൾ ഒരു കൂടിനുള്ളിൽ 1.5 സ്ക്വയർ ഫീറ്റ് മുതൽ മാക്സിമം 2 സ്ക്വയർ ഫീറ്റ് വരെ ഒരു കോഴിക്ക് ആവശ്യമായി വരുന്നുണ്ട്. ഇവയുടെ തീറ്റക്രമം ഇങ്ങനെയാണ്. നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ഡേ ഓൾഡ് മുതൽ ആദ്യത്തെ 2 ആഴ്ച നമ്മൾ പ്രീ സ്റ്റാർട്ടർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 42-ാം ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കണം. അത് കഴിഞ്ഞ് മുട്ടയിടുന്നത് വരെ നമ്മൾ ഗ്രോവർ തീറ്റയാണ് കൊടുക്കുന്നത്. മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെയർ പെല്ലറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനോടൊപ്പം തീറ്റയോടൊപ്പം കൃത്യമായിട്ടും സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഓസോമിൻ കൊടുക്കുന്നത് നല്ലതാണ്. ലിവറിൻ്റെ ഫങ്ഷനെല്ലാം കൃത്യമായിട്ട് നടക്കും. അത് കഴിഞ്ഞ് കാൽഷ്യം സപ്ലിമെൻറ്റ് പറ്റുമെങ്കിൽ ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളത്തിൽ ചെറിയ തോതിൽ ആഡ് ചെയ്ത് വെള്ളത്തിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഈ കോഴികൾ മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കോഴിക്ക് 1.5 കിലോയ്ക്ക് മുകളിൽ തൂക്കം ഉണ്ടാകും. നാടൻ കോഴിയുടെ കളർ ഉള്ളതിനാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ കോഴികളെ വീണ്ടും വിറ്റഴിക്കാൻ സാധിക്കും. BV380 കോഴിക്കുഞ്ഞുങ്ങൾ ഒറിജിനലിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസനീയമായ സ്ഥലത്ത് നിന്ന് വാങ്ങുക എന്ന് മാത്രമേ മറുപടിയുള്ളൂ. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇപ്പം വ്യാജൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കേരളത്തിൽ BV380 കോഴികൾ വരുന്നുണ്ട്, വില കുറഞ്ഞ രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്നും ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും BV380യുടെ ഒറിജിനൽ കോഴിക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ എനിക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്ന 1-2 കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കോൺടാക്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ചിങ് തിങ്ക് പാത്വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ തിങ്ക് പാത്വേ സൈനിങ് ഔട്ട്.